നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ, കാസർഗോഡ് ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കോട്ടയായ കാസർഗോഡിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ബേക്കൽ കോട്ടയിലെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ നിന്ന് നമ്മൾ ബേക്കൽ കോട്ടയിലേക്ക് എത്തിയതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റും വാങ്ങി 25 രൂപയാണ് ടിക്കറ്റ്. നേരെ നമ്മൾ കോട്ടയുടെ അകത്ത് കിടന്നു. ഇതാണ് പുറത്തുള്ള വിശാലമായ സ്ഥലം. അതേപോലെ തന്നെ നേരെ കാണുമ്പോൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ക്ഷേത്രമുണ്ട്. അത് ഹനുമാൻ ക്ഷേത്രമാണ്. അതിനുശേഷം അതിന് റൈറ്റ് ഭാഗത്ത് പോകുമ്പോൾ നമ്മുടെ ബോർഡ് കാണാം, ചരിത്രം രേഖപ്പെടുത്തുന്ന ബോർഡാണ്. അതൊക്കെ വായിച്ച് കയറണം. ഇതാണ് എൻട്രൻസ്. ഇവിടെ കയറി മനോഹരമായ വിശാലമായ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ആൾക്കാരും നല്ല അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് നടന്നു പോകുമ്പോൾ വിശാലമായ കോട്ടകൾ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കോട്ട എന്നുള്ളത്. നമ്മൾ പല ചിത്രങ്ങളിൽ കാണുന്ന കോട്ടയാണത്. അതുപോലെ തന്നെ കിണർ, ഈ കിണറിൻ്റെ ഭാഗത്ത് പോയാൽ അപ്പുറത്തേക്ക് എത്തും എന്നൊരു സംഭവം കൂടിയുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട കോട്ടകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണ് ഇത്. ഇതിലെ പണ്ട് രാജാക്കന്മാർ കയറിയിരുന്ന് വ്യൂ ആസ്വദിക്കുകയും അതുപോലെ തന്നെ ശത്രുക്കളെ കാണുകയും ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. നല്ലൊരു ഹൈറ്റുള്ള ഈ ബേക്കൽ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയിൽ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഏകദേശം നല്ലൊരു വ്യൂ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളോട് കാണാൻ പറ്റും. ബീച്ചുകളും പള്ളിക്കര ബീച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അത്രയും വിശാലതയാണ്, അത്രയും ഉയരത്തിലാണ് ഈ ഒരു കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഹൈലൈറ്റാണ് ഈ ഒരു കോട്ട എന്നുള്ളത്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. ലീവായതുകൊണ്ട്, അവധിയായതുകൊണ്ട് ഒരുപാട് സന്ദർശകർ നല്ല രീതിയിൽ വരുന്നുണ്ട്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമ്മളെ കോട്ടൻ്റെ ബീച്ച് ആയിട്ട് ടച്ചായിട്ടുള്ള താഴെ സൈഡ് പോകുമ്പോൾ അവിടേക്ക് പോകണ്ട, അവിടേക്ക് കുളിക്കേണ്ടൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും മനോഹരമായ വ്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ മനോഹരമായ വ്യൂ നമ്മൾ താഴെ കടപ്പുറത്ത്, അതായത് ബീച്ച് സൈഡ് തന്നെ ടച്ചായിട്ടുള്ളൊരു കോട്ട കൂടിയുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന മറ്റൊരു പ്രദേശം. അതുപോലെ തന്നെ ഇവിടെ ബീച്ചിൽ അലൗഡ് ഇല്ല ഇറങ്ങാൻ. എന്നിരുന്നാലും ഈ കോട്ടയ്ക്ക് അകത്ത് അനുവാദമുണ്ട്. അപ്പോൾ ഇതിന് സമയം എന്നുള്ളത് വൈകുന്നേരം 6 മണി വരെയാണ്. 6 മണി മുതൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെ സമയം. 25 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ നീലേശ്വരം രാജവംശത്തിലെ ശിവപ്പ നായ്ക്കലാണ് ഈ ഒരു കോട്ട സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ചന്ദ്രഗിരി കോട്ടയും ഇതേ തന്നെയാണ് സ്ഥാപിച്ചതെന്ന്. പിന്നെ ഇതിന് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ ഇത് പിടിച്ചെടുത്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കോലത്തിരി രാജാവ് നിർമ്മിച്ചതെന്നും പിന്നീട് ശിവപ്പ നായ്ക്കൾ അത് നിർമ്മിച്ചെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ബേക്കൽ ഒരുപാട് കാര്യങ്ങൾ ബേക്കത്തെ കുറിച്ച് പറയാനുണ്ട്. ഈ കോട്ടനകത്ത് ഒരുപാട് ഇങ്ങനെ ഗുഹകളുണ്ടാകും, ശത്രുക്കൾ വരുന്ന നോക്കിയിട്ട്. അതുപോലെ തന്നെ പള്ളിക്കര ബീച്ചാണ് ഈ കാണുന്നത്. പള്ളിക്കര ബീച്ച് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ്. ആ പള്ളിക്കര ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ബേക്കലായാലും പള്ളിക്കലായാലും അവിടെ ആ ഭാഗത്ത് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ സീ പാർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ബേക്കൽ പോയ ആരും അവിടുത്തെ ഉപ്പും മുളകും തിന്നാതിരിച്ച് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. തെക്കനാട്ട് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു മനോഹരമായ ഹോട്ടൽ ഇവിടെ
ഉണ്ട്. അപ്പോൾ വിശാലമായ വലിയൊരു ഹോട്ടലാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വീഡിയോയിൽ ഈ ഹോട്ടൽ കൂടി ഉൾപ്പെടുത്തുക. കാരണം പള്ളിക്കര ബീച്ചിലോ മറ്റോ പോയാൽ ആൾക്കാർ കയറാത്ത വരുന്ന സ്ഥിതി ഉണ്ടാവില്ല. ഏതായാലും വിശാലമായ ബേക്കൽ കോട്ടയെ കുറിച്ച് ചെറിയ രീതിയിലുള്ള അവതരണമാണ്. ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.